നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോണേക്കാളും മുന്നേ നമുക്ക് എന്താ സിലബസ് ഒന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ പോവാലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ മുന്നേ സിലബസ് ഒക്കെ നോക്കിണ്ടാവില്ലേ? അപ്പൊ ക്ലാസ് ഒക്കെ ഇതിന്റെ എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പൊ ഇതിന്റെ സിലബസും കാര്യങ്ങളും ജസ്റ്റ് പറഞ്ഞു. ഫസ്റ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 വരുന്ന മെന്റൽ ഡിസോർഡേഴ്സിന്റെ ഒരു ഫസ്റ്റത്തെ ഒരു മെയിൻ ആയിട്ട് വരുന്ന മെന്റൽ ഡിസോർഡേഴ്സ് ആണ്. ഒരു സൈക്കാട്രിക് കേസിൽ വരുമ്പോൾ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കേസിൽ വരുമ്പോൾ കുറച്ച് പ്രൊമിനന്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു എന്താ പറയാ ആ ഒരു ഇത് കൂടിയ മെന്റൽ ഡിസോർഡേഴ്സ് ആണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സിസോഫ്രേനിയ. എല്ലാവർക്കും അറിയാം അതൊരു ഡെല്യൂഷൻ, ഹാലുസിനേഷൻ, ആ ഒരു ഫാൾസ് ബിലീഫ് അല്ലെങ്കിൽ ഫാൾസ് ആയിട്ടൊരു റിയാലിറ്റിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന ഒരു ഒരു രോഗാവസ്ഥയാണ് സിസോഫ്രേനിയ എന്ന് പറയുന്നത്. പിന്നെ മൂഡ് ഡിസോർഡേഴ്സ് ആണ് വരുന്നത്. അപ്പൊ അതിൽ വരുന്നത് നമ്മുടെ ഡിപ്രഷൻ, മാനിയ, അതൊക്കെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് മൂഡ് ഡിസോർഡേഴ്സിൽ വരുന്നത്. നമ്മുടെ ഇമോഷനെയാണ് അത് മെയിൻലി ബേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ തേർഡ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് നമുക്കറിയാം ജന്മനാത്തല്ല നമ്മുടെ ട്രെയിറ്റിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ ആണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ പറയുന്നത്. നമ്മൾ ക്ലസ്റ്റർ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. DSM-5 വന്നപ്പോൾ ക്ലസ്റ്റർ മാറ്റിക്കളഞ്ഞു, ജസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ മാത്രമാക്കി. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒരുപാട് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. അത് മേ ബി നമ്മുടെ അവരുടെ അറ്റൻഷൻ സീക്കിങ്ങിലൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്കിപ്പോ സൂപ്പർസ്റ്റിഷ്യസ് പവർ ഉണ്ടെന്ന് വിചാരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്യാരക്ടറിലുള്ള കുറച്ചൊരു പ്രശ്നങ്ങളായിരിക്കാം. അതൊക്കെയാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ വരുന്നത്. ഇപ്പൊ ഫോർത്ത് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ. ഇതെന്ന് പറയുന്നത് നമ്മളൊരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു പദാർത്ഥം, ഫോർ എക്സാമ്പിൾ പറയുന്നത് ഡ്രഗ്സ് അല്ലെങ്കിൽ ആൽക്കഹോൾ ഒക്കെ യൂസ് ചെയ്തതിന്റെ ബലമായിട്ട് നമുക്ക് വരുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഈ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സിൽ വരുന്നത്. അപ്പൊ ഫിഫ്ത്ത് എന്ന് പറയുന്നതാണ് സെക്ഷൽ ഡിസോർഡർ ആൻഡ് ജെൻഡർ ഡിസ്ഫോറിയ. അപ്പൊ ഫിഫ്ത്ത് ആണ് നമുക്ക് ഈ ഒരു ഡിസോർഡേഴ്സ് ആണ് കുറച്ചും കൂടി ഇപ്പൊ DSM-5 കാര്യങ്ങളിലൊക്കെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്ന കാര്യമാണ് കുറച്ചുകൂടി ആഡ് ചെയ്തിട്ട്. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് വെറൈറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിലിപ്പോ കുറെ എന്താ പറയാ അത് കുറെ വ്യത്യാസങ്ങൾ നമ്മുടെ പെർസെപ്ഷൻ തന്നെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഇതില് കുറച്ചുകൂടി സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതില് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സെക്ഷൽ ഡിസോർഡേഴ്സും അതുപോലെ തന്നെ ജെൻഡർ ഡിസ്ഫോബിയ. അപ്പൊ അടുത്ത ഒരു ബ്ലോക്കിൽ ട്രീറ്റ്മെന്റ് ആണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഡിസോർഡേഴ്സ് മാത്രം മനസ്സിലാക്കിയ പോലെ ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം അല്ലേ? അപ്പൊ എന്താ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്? ഇൻട്രൊഡക്ഷൻ ടു ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഡിസോർഡർ. അതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഈ പറയുന്നത്. പിന്നെ പറഞ്ഞത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്കറിയാം സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് ഉണ്ട്, സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്, ഫാർമക്കോതെറാപ്പി ഉണ്ട്. അപ്പൊ ഇതില് നമ്മൾ എന്താ ഫാർമക്കോതെറാപ്പിന്റെ മെഡിസിൻസ് കാര്യങ്ങൾ യൂസ് ചെയ്തത്. സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഹൈ ലെവൽ ഓഫ് എന്താ പറയാ സ്കാനിങ്ങും കാര്യങ്ങളും ബയോളജിക്കൽ ബേസിസ് വെച്ച് ചെയ്യുന്നതാണ്. സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്താ പറയുന്നത് കുറച്ചും കൂടി നമ്മൾ ആ ഒരു പേഴ്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ബേസ് ചെയ്തിട്ടാണ് ഈ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ നടത്തുന്നത്. അടുത്ത ഷോർട്ട് ടേം സൈക്കോതെറാപ്പി. ഇപ്പൊ ഷോർട്ട് ടേം സൈക്കോതെറാപ്പീസ് ഈ പറയുന്ന പോലെ എന്താ പറയാ ചെറിയ സൈക്കോതെറാപ്പീസ് അല്ലെങ്കിൽ ആർട്ട് തെറാപ്പി, മ്യൂസിക് തെറാപ്പി അങ്ങനെയൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്താണ് ബിഹേവിയർ കമ്മ്യൂണിറ്റി തെറാപ്പി, CBT അറിയാന്താണ്. പിന്നെ ഹ്യൂമനിസ്റ്റിക് ആൻഡ് അസിസ്റ്റൻസ് തെറാപ്പി, പിന്നെ അത് വേറെ തെറാപ്പീസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഗ്രൂപ്പ് ആൻഡ് ഫാമിലി തെറാപ്പിയാണ് പിന്നെ ഇതിൽ വരുന്നത്. അപ്പോ നമുക്കറിയാം ഫാമിലീസിനും നമുക്ക് ഇതേപോലെ പ്രശ്നങ്ങളും കാര്യങ്ങൾ വരുമ്പോൾ നമ്മളും ഒരു രോഗി മാത്രം നോക്കിയാൽ പോലെ അതിന്റെ ഫാമിലീസ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഫാമിലി ഗ്രൂപ്പ് തെറാപ്പിയിലൊക്കെ വരുന്നത്. അപ്പൊ ഇത്രയുള്ളൂ നമുക്ക് ഈ ഒരു സിലബസ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന്റെ ഈ ഒരു സബ്ജക്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ഇതിന്റെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോ ഇനി കയറാത്തവരുണ്ടെങ്കിൽ വേഗം കയറാൻ പറയും. നമ്മൾ ഇനിയിപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലോട്ട് പോവാണ്. കാരണം എക്സാം ആണ്, ഇമ്പോർട്ടന്റ് എന്ന് അറിയാം. അപ്പോ നിങ്ങൾ വേഗം അത് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഇനി കയറാത്തവരുണ്ടെങ്കിൽ വേഗം കയറുമെന്ന് നിങ്ങളിപ്പോ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാവോ? കാണുന്നില്ലേ സ്ക്രീന്? അപ്പൊ ആരൊക്കെയാ അറിയാൻ കയറാണ്ട്? ഇനി എത്ര പേരേ ഉള്ളൂ? 6 പേരേ ഉള്ളൂ.
ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വേഗം പറയൂ. ഫ്രണ്ട്സിലെ ഗ്രൂപ്പൊക്കെ ഇല്ലേ നിങ്ങൾക്ക്, നിങ്ങളൊന്ന് ജസ്റ്റ് മെസ്സേജ് ഇടൂ. എക്സാം ആണ്, ആരും മാർക്ക് പറയരുത്. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആയെന്ന് വരും. ഇനിയിപ്പോ എക്സാമിന് പഠിക്കാതിരിക്കുന്നവരാണെങ്കിൽ പഠിക്കാതിരുന്നോളൂ, ബട്ട് ഇതൊന്ന് ജസ്റ്റ് കേട്ടതിന് കുറച്ചുകൂടി ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവേ. അപ്പൊ അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ എന്താ വെച്ചാൽ ഒരു 5 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ അതിന്റെ ആ ഒരു വരാൻ കൂടുതൽ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. വരും എന്നല്ല പറയുന്നത്, ബട്ട് ഹയർ ചാൻസസ് വരാം. അതുപോലെ തന്നെ ഇതിലേക്ക് പറയാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിയ കാര്യങ്ങളും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കി ചെയ്ത് മാർക്ക് ചെയ്ത് പഠിക്കാം. അപ്പൊ ഞാൻ ഇത് മെയിൻ ആയിട്ട് പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ ഒരു ആൻസർ എഴുതണം, അതുപോലെ തന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ഇന്ന ക്വസ്റ്റ്യൻസ് വന്ന ഏത് രീതിയിലും ആൻസർ എഴുതണം, അത് എത്ര മാർക്കിന്റെ ആൻസേഴ്സ് ആയിരിക്കും പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു 5 മാർക്സും 10 മാർക്സ് ആണ് വരുന്നത് അല്ലേ? ഒരു പാറ്റേൺ എന്ന് പറയുന്നത് പറഞ്ഞുതരൂ. ഷബാന ഒന്ന് വോയിസ് ഓൺ ആക്കിയിട്ടൊന്ന് പറയാവോ? 10 മാർക്കിനാണ് വരുന്നത്. പിന്നെ ഷോർട്ട് നോട്ട്സ് ആയിട്ട് 5 മാർക്കിന് വരില്ലുണ്ടോ? അതെ 5 മാർക്കും വരും 10 മാർക്കും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 5 മാർക്സിനും 10 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് എങ്ങനെ നമുക്ക് ഒരു ആൻസർ എഴുതാം, എങ്ങനെ 5 out of 5 അല്ലെങ്കിൽ 4.5 വരെ നമുക്ക് എങ്ങനെ വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിക്ക് നിങ്ങൾ ആൻസർ ചെയ്താൽ നോക്കുക, നല്ല മാർക്ക് വാങ്ങാം, അടിപൊളിയാവാട്ടോ. സ്റ്റഡിയല്ലേ? നിങ്ങൾ ആരെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരുന്നോ മുന്നത്തെയൊക്കെ കഴിഞ്ഞ കൊല്ലത്തെയൊക്കെ? ഫസ്റ്റത്തെ യൂണിറ്റ് നമ്മൾ യൂണിറ്റ് വൈസ് ആണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ തരാം. ഓക്കെ, ചോദിക്കണേ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫസ്റ്റത്തെ സിസോഫ്രേനിയ ആണ്. സിസോഫ്രേനിയ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു റിയാലിറ്റിയിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു ചിന്താഗതികളും കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ റിയാലിറ്റിയിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുന്ന എന്താണോ അതാണ് സിസോഫ്രേനിയയുടെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡെല്യൂഷൻ, ഹാലൂസിനേഷൻ, നെഗറ്റീവ് സിംറ്റംസ് അതൊക്കെയാണ് സിസോഫ്രേനിയക്ക് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഫസ്റ്റത്തെ പറഞ്ഞിട്ട് എന്താ, ഒരു 2 വർഷമായിട്ട് ചോദിച്ചത് ഈ ഫസ്റ്റത്തെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് സിസോഫ്രേനിയ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 5 മാർക്സിന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2023 2025 ചോദിച്ചിട്ടുണ്ട്. അപ്പോ മീനിങ് ആൻഡ് ഡെഫിനേഷനിൽ പറയുമ്പോൾ നമ്മൾ ആദ്യം സിസോഫ്രേനിയയുടെ ആ ഒരു ഡെഫിനേഷൻ എഴുതണം. ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു സ്ലൈഡ്, ഞാനും പ്രിപ്പയർ ചെയ്തൊരു സ്ലൈഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സിസോഫ്രേനിയയുടെ ഒന്ന് വെയിറ്റ് ചെയ്യാവോ? കാണുന്നുണ്ടോ? ഇല്ല അല്ലെ? ഷെയർ ചെയ്തല്ലോ. ഇതാണ് ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്ത സ്ലൈഡാണേ. അപ്പോ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി മനസ്സിലാക്കാൻ ഞാൻ ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് സ്ലൈഡ് നോക്കിയിട്ട് ആൻസർ നോക്കാം. അപ്പൊ മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് സിസോഫ്രേനിയ ആണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസ്. അപ്പൊ മീനിങ് എഴുതണം, അതുപോലെ തന്നെ അല്ലെങ്കിൽ മീനിങ് ഓഫ് ഡെഫിനേഷൻ. അപ്പൊ ഇത് 5 മാർക്കിന് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം എഴുതാണ്ട്, കാരണം ജസ്റ്റ് ആ ഒരു ഡെഫിനേഷൻ എഴുതി വെച്ചാൽ പോരാ. കാരണം ഡെഫിനേഷന്റെ കൂടെ അതിന്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററിയും കാര്യങ്ങളും ആ ഒരു സിസോഫ്രേനിയ എന്നുള്ള പേര് എങ്ങനെ വന്നു ആ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതേണ്ടി വരും. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ഓരോരോ എഴുതുമ്പോൾ ഓരോരോ വാക്കിനും വേണ്ടി, ഫോർ എക്സാമ്പിൾ ഡെല്യൂഷൻ, ഹാലൂസിനേഷൻ, അതിന്റെ മീനിങ്ങും കാര്യങ്ങളും നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ, 5 മാർക്സിന് എഴുതുമ്പോൾ. അടുത്താണ് ടൈപ്സ് ഓഫ് സിസോഫ്രേനിയ എന്ന് പറയുന്നത്. സിസോഫ്രേനിയ എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ പല ഡിഫറെന്റ് ടൈപ്സും കാര്യങ്ങളും വരാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിസോഫ്രേനിയ എന്ന് പറഞ്ഞാൽ ഒറ്റ രോഗമല്ല, ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് സിസോഫ്രേനിയാസ് ആണ്. അപ്പൊ ആ ടൈപ്സ് നമ്മൾ എഴുതാൻ വേണ്ടത്. ഞാൻ ഡിസ്കസ് ചെയ്യാൻ ടൈപ്സ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതായത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ് ഓഫ് സിസോഫ്രേനിയ. അപ്പൊ എന്താ പോസിറ്റീവ് സിംറ്റംസ് എന്താ, ഡെല്യൂഷൻ ആൻഡ് ഹാലുസിനേഷൻ. നെഗറ്റീവ് സിംറ്റംസോ ഈ കുറച്ച് സോഷ്യൽ വിഡ്രോവല്, അതുപോലെ തന്നെ അപ്പതി, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാണ്ടിരിക്കുക, അതുപോലെ തന്നെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റാണ്ടിരിക്കുക, ഇതൊക്കെ നെഗറ്റീവ് സിംറ്റംസ്. അത് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ചാൻസ് ഓഫ് ലൈക്ക് 5 മാർക്സ് ചോദിക്കാനാണ് ചാൻസ്. അടുത്താണ് ബയോളജിക്കൽ കോസൽ ഫാക്ടർ സിസോഫ്രേനിയ. അപ്പൊ സിസോഫ്രേനിയ എന്ന് പറയുന്നത് കുറെ കോസൽ ഫാക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ ജനറ്റിക് ഉണ്ട്, ബയോളജിക്കൽ ഉണ്ട്, സൈക്കോളജിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി, അതൊക്കെ അങ്ങനെയൊക്കെ വരുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ബയോളജിക്കൽ കോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബയോളജിക്കൽ കോഴ്സ് ചോദിക്കുമ്പോൾ ബയോളജിക്കലി എന്തൊക്കെ വ്യത്യാസം വന്നുകൊണ്ടാണ് സിസോഫ്രേനിയ വരാൻ ചാൻസസ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ,
ടെസ്റ്റ് പേപ്പർ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെന്ന് പറയുന്നത് എഴുതിയെടുത്തോണം. അതുകൊണ്ട് പിന്നെ ന്യൂറോ ഡെവലപ്മെന്റൽ ഫാക്ടേഴ്സ് ഇൻ സിസോഫ്രേനിയ. അപ്പൊ അതൊരു കോഴ്സൽ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ന്യൂറോ ഡെവലപ്മെന്റൽ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സിസോഫ്രേനിയ വരാനുള്ള ചാൻസസ് അല്ലെങ്കിൽ അതിൽ വ്യത്യാസങ്ങൾ വരാനുള്ള ചാൻസസ് ആണ് ഇത് ചോദിച്ചേക്കുന്നത്. പിന്നെ സൈക്കോ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കാഷ്വൽ ഫാക്ടേഴ്സ് ഓഫ് സിസോഫ്രേനിയ, പിന്നെ ബയോളജിക്കൽ ആൻഡ് സൈക്കോ സോഷ്യൽ ട്രീറ്റ്മെന്റ് ഓഫ് സിസോഫ്രേനിയ. പിന്നെ നെക്സ്റ്റ് സ്റ്റഡിയിൽ വന്നേക്കുന്നത് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെയാണ് സിസോഫ്രേനിയ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് PPT ഞാൻ ഉണ്ടാക്കിയില്ലേ, അപ്പൊ അത് നമുക്ക് ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ PPT വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി കേട്ടോ. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന PPT ആണ്. അപ്പോ ഇത് നമ്മൾ നോക്കും, ഒരു മിനിമം 10 മാർക്സിന്. ഫോർ എക്സാമ്പിൾ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് സിസോഫ്രേനിയ ഒരു 5 മാർക്സിനുള്ളത് ചോദിക്കാൻ ചാൻസ്. ടൈപ്സ് ഓഫ് സിസോഫ്രേനിയ വേണമെങ്കിൽ 10 മാർക്സിന് ചോദിക്കാവൂ കേട്ടോ. കാരണം ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, ഒരു 5-6 ടൈപ്സ് ഉണ്ട്. പിന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസും 5 മാർക്സിന് ചോദിക്കാം. പിന്നെ ബയോളജിക്കൽ കോഴ്സ് ഫാക്ടേഴ്സ് വേണമെങ്കിൽ 10 മാർക്സിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് സിസോഫ്രേനിയയില്. ഡെവലപ്മെന്റ് ഫാക്ടേഴ്സ് ഇൻ സിസോഫ്രേനിയ അതും 5 മാർക്സ് ചോദിക്കാം. സൈക്കോ സോഷ്യൽ കൾച്ചറൽ കാഷ്വൽ ഫാക്ടേഴ്സ്, ബയോളജിക്കൽ ആൻഡ് സൈക്കോ ട്രീറ്റ്മെന്റ് അത് 10 മാർക്കിന് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഡിസംബർ 2024 കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ ട്രീറ്റ്മെന്റ് ഓഫ് സിസോഫ്രേനിയ. നമുക്ക് നമ്മുടെ സ്ലൈഡിലോട്ട് ജസ്റ്റ് പോവാം. അപ്പൊ ഇതാണ് സിസോഫ്രേനിയയുടെ ഫസ്റ്റത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. സിസോഫ്രേനിയ ഇസ് എ ക്രോണിക് മെന്റൽ ഡിസോർഡർ ദാറ്റ് മേക്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ എ പേഴ്സൺ ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ റിയൽ ആൻഡ് ഫാൾസ് പെർസെപ്ഷൻ ആൻഡ് ബിലീഫ്. ഒരാളിനെ അവരുടെ റിയാലിറ്റിയിൽ നിന്നും അവർക്ക് റിയാലിറ്റി മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥ, അപ്പൊ അതിന്റെ ഫാൾസ് പെർസെപ്ഷനും ബിലീഫ്സും നമ്മളെ ആ ഒരു എഫക്ട് ചെയ്യാണ് ചെയ്യുന്നത് റിയാലിറ്റിയിൽ നിന്ന്. കാരണം എന്താണോ റിയൽ എന്താണോ ഫാൾസ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്രോണിക് കണ്ടീഷനാണ് സിസോഫ്രേനിയ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സിംറ്റം ക്യാൻ ബി സോ സിവിയർ ആൻഡ് ലിമിറ്റിംഗ് ദാറ്റ് എവരിഡേ ആക്ടിവിറ്റീസ് ക്യാൻ ബി ഡിഫിക്കൽട്ട് ടു കംപ്ലീറ്റ്. ഓൾദോ സിസോഫ്രേനിയ ഈസ് നോട്ട് കോമൺ ആസ് അതർ മെന്റൽ ഡിസോർഡേഴ്സ്, ദി സിംറ്റം ക്യാൻ ബി വാരി ഡിസേബിൾ. അപ്പൊ ഇത് വന്ന മറ്റുള്ള ഡിസോർഡേഴ്സ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡിസോർഡർ അല്ല സിസോഫ്രേനിയ. അതുപോലെ തന്നെ ഇതിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ ഏറ്റവും ഭയങ്കര സിവിയർ ആയിട്ട് അല്ലെങ്കിൽ ഒരാളെ മൊത്തത്തിൽ മാറ്റിക്കളയാൻ പറ്റിയൊരു രോഗമാണ് സിസോഫ്രേനിയ എന്ന് പറയുന്നത്. അപ്പൊ അതാട്ടോ അതിന്റെ ഒരു മീനിങ്. അപ്പൊ നമ്മൾ ഈ സിസോഫ്രേനിയെ പറ്റി എന്ത് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഈ ഒരു സംഭവം എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്തെങ്കിലും ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ PPT വേണമെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് ജസ്റ്റ് ചോദിക്കാം കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റ് സിസോഫ്രേനിയെ പറ്റി എന്ത് ചോദിച്ചാലും ഫസ്റ്റ് ഈ ഒരു സംഭവം എഴുതി വെക്കാം. ഓക്കെ, അതാണ് ഹിസ്റ്ററി ഓഫ് സിസോഫ്രേനിയ. നമുക്ക് ക്വസ്റ്റ്യൻ മീനിങ് ആൻഡ് ഡെഫിനേഷൻ വരുമ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ഹിസ്റ്ററി ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണമെങ്കിൽ ഫസ്റ്റ് ഇതിന് ഡിമെൻഷൻ ആണ് പറഞ്ഞിരുന്നത്. ഒരു ലോ ഇന്റലിജൻസ് ആയിട്ടാണ് ഇത് കണ്ടുനാക്കുക. അപ്പൊ ഒരു മന്ദബുദ്ധി നമുക്ക് ചിന്തിക്കാൻ അവർ കണ്ടിരുന്നത്. പിന്നെ എന്ന് പറയുന്നത് എന്താ, സൈക്കാട്രിസ്റ്റ് ഇതിനെ ഒരു സൈക്കാട്രിസ്റ്റ് ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്ത് ക്ലിനിക്കൽ റെപ്രസെന്റേഷൻ കൊടുക്കുക ചെയ്തത് ബെന്നറ്റ് ഓഗസ്റ്റിൻ എന്ന് പറഞ്ഞിട്ട് ആള്. അത് കഴിഞ്ഞിട്ട് എമിൽ കാർപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇതിന്റെ സിസോഫ്രേനിയ എന്നുള്ളത് 1960 ഡിസ്ക്രൈബ് ചെയ്തത്. ഒരു കേസ് ഓഫ് സിസോഫ്രേനിയ പേരിട്ട് വന്നിട്ടില്ല, കേസ് ഓഫ് സിസോഫ്രേനിയ ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പൊ ഡിമെൻഷ്യ പ്രിക്കോക്സ് എന്നുള്ളൊരു പേരാണ് അതിൽ കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഹിസ്റ്ററി ആണ്. പിന്നെ മെയിൻ ആയിട്ട് ഒരു ഹിസ്റ്ററിയിൽ എഴുതുന്നത് യൂഗൻ ബ്ലറിന്റെ ആ ഒരു ടേം സിസോഫ്രേനിയ കൊണ്ടുവന്ന ഒരാളാണ് യൂഗൻ ബ്ലർ. അത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു മീനിങ്ങിലും ഡെഫിനിഷൻസിലും നമുക്ക് മെൻഷൻ ചെയ്യാം കേട്ടോ. യൂഗൻ ബ്ലർ EUGNBLUER യൂഗൻ ബ്ലർ ആണ് 1911 കൊണ്ടുവന്നത്. അപ്പൊ 4 ഇമ്പയർമെന്റ്സ് ഉണ്ടെന്നാണ് അയാൾ ഫസ്റ്റത്തെ ഇതിൽ പറയുന്നത്. എഫക്റ്റീവ് ലെർണിംഗ്, ഡിസ്റ്റർബൻസസ് ഓഫ് അസോസിയേഷൻ, ഓട്ടിസം, ആംബിവാലൻസ്. ഈ ഒരു 4 സിംറ്റംസ് ആണ് അയാൾ കൊണ്ടുവന്നത് സിസോഫ്രേനിയ. അത് കഴിഞ്ഞിട്ട് കേർട്ട് സിൻഡർ എന്ന് പറഞ്ഞ ആളാണ് ഇതിനൊരു സൈക്കോപത്തോളജിക് റാങ്കിങ്ങും കാര്യങ്ങളും കൊടുത്തത്. ഫസ്റ്റ് റാങ്ക് സിസ്റ്റം, സെക്കൻഡ് റാങ്ക് സിസ്റ്റം, തേർഡ് റാങ്ക് സിസ്റ്റം എന്നൊരു സംഭവം സിസോഫ്രേനിയയിൽ കൊണ്ടുവന്നു. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ ഈ ഫസ്റ്റ് സെക്കൻഡ് റാങ്കിൽ വരുന്നതാണ് ഈ ഹാലുസിനേഷൻ, ഡെല്യൂഷനും കാര്യങ്ങളും ഒക്കെ. അപ്പൊ തേർഡ് റാങ്കിൽ വരുന്നതാണ് ഈ സ്പീച്ചിന്റെയും ബാക്കി കാര്യങ്ങളുടെയും പ്രശ്നമൊക്കെ കേട്ടോ. അപ്പൊ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ. അപ്പൊ മീനിങ് ആൻഡ് ഡെഫിനേഷൻ എഴുതുമ്പോൾ നമ്മൾ ആദ്യം സിസോഫ്രേനിയ എന്താണെന്ന് എഴുതാം. നമ്മൾ ഫസ്റ്റ് കാണിച്ച സ്ലൈഡ് കേട്ടോ. അത് കഴിഞ്ഞ് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ നമ്മൾ എഴുതണം മീനിങ് ആൻഡ് ഡെഫിനേഷനിൽ. ഓക്കെ, കറക്റ്റ് ഇതേപോലെ തന്നെ എഴുതണമെന്നില്ല, ബട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് എളുപ്പമാണ് മനസ്സിലാക്കുക. ഫസ്റ്റ് എന്താ, ഇത് ഒരു മാസത്തിലോ അതിൽ കൂടുതലോ ഈ പറഞ്ഞ സിംറ്റംസ് ഡെല്യൂഷൻ, ഹാലുസിനേഷൻ, ഡിസോർഗനൈസ് സ്പീച്ച്,
grossly disorganized or catatonic behavior, negative symptoms. ഈ മൂന്നില് ഏതെങ്കിലും ഒരു മൂന്നെണ്ണം പ്രസന്റ് ആവണം. ഏതെങ്കിലും മൂന്നെണ്ണം ഡിലൂഷണൽ, ഹാലുസിനേഷൻ, ഡിസോർഗനൈസ്ഡ് സ്പീച്ചിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. ബാക്കി 4 5 പ്രസന്റ് ആയിരിക്കാം. 4-5 ഏതെങ്കിലും ഒന്ന് പ്രസന്റ് ആയാലും അല്ലെങ്കിൽ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാവും. അതാണ് സിസോഫ്രേനിയയുടെ ഫസ്റ്റത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെന്താ, ഒരു നമ്മുടെ മേജർ ഏരിയാസ് ഓഫ് ഫംഗ്ഷനിങ്സിൽ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ പറ്റണം. പിന്നെന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് 6 monthsലോട്ട് ഈ ഒരു പ്രശ്നം നിലനിൽക്കും. ഈ പ്രശ്നത്തിൽ രണ്ട് ഫേസസ് വരും. ഒന്ന് പോസിറ്റീവ് ഫേസ്, പോസിറ്റീവ് ഡിലൂഷനും ഹാലുസിനേഷനും വരും. ഒരു നെഗറ്റീവ് ഫേസ്, അതിൽ എന്താ പറയുക കുറച്ചുകൂടി നെഗറ്റീവ്, സോഷ്യലി വിഡ്രോവൽ ആയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫേസ് ആണ്. ആക്റ്റീവ് ഫേസും പാസീവ് ഫേസ് എന്നാണ് ഇതിനെ പറയുക, റെസിഡ്യൂവൽ ഫേസ് ആണ് ഇതിനെ പറയാം. ഫസ്റ്റത്തെ ഒരു 1 monthലോട്ടെങ്കിലും ആക്റ്റീവ് ഫേസ് അല്ലെങ്കിൽ വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് നെഗറ്റീവ് ഫേസ് അല്ലെങ്കിൽ റെസിഡ്യൂവൽ ഫേസ് ആയാലും കുഴപ്പമില്ല. പിന്നെ സിസോഫ്രീനിയ എന്ന് പറയുന്നത് ബൈപോളാറോ അല്ലെങ്കിൽ അതർ ഡിപ്രസീവ് ഡിസോർഡേഴ്സോ അല്ല. അതൊന്ന് റൂൾ ഔട്ട് ചെയ്ത് കളയേണ്ട ഒരു സംഭവമാണ്. പിന്നെ എന്ന് പറയുന്നത് അതർ സബ്സ്റ്റൻസ്, ഇപ്പൊ ഡ്രഗ് യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ഡെലിയൂഷനോ ഹാലുസിനേഷനോ ആയിട്ട് ഇത് കണക്ട് ചെയ്ത് ഇത് വേറെ കോഴ്സാണ്. അതുപോലെ തന്നെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരിൽ സിസോഫ്രീനിയ നമുക്ക് തെറ്റിദ്ധരിക്കാനുള്ള ചാൻസസ് ഉണ്ട്, ചെറിയ മൈൽഡ് ആയിട്ട് വരുന്നത്. അപ്പൊ അതൊന്നും നമ്മൾ മാറ്റണം. അതുകൊണ്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞില്ല ടൈപ്സ് ഓഫ് സിസോഫ്രീനിയ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എന്താ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്തൊക്കെ എഴുതാം എന്ന് പറഞ്ഞത് മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതെഴുതാം. ഫസ്റ്റത്തെ ഒരു വലിയൊരു ഹെഡിങ് പോലെ സിസോഫ്രീനിയ കൊടുത്തിട്ട് ഇത് എഴുതുക. ഇത് എഴുതിയിട്ടുണ്ട്. എഴുതണമെന്നില്ല, ജസ്റ്റ് ആ യുഗം ബ്ലറിന് സിസോഫ്രീനിയ എന്നുള്ള ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത സൈക്കാട്രിസ്റ്റ് യുഗം ബ്ലറാണ് 1911 ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക, അത്രേ വേണ്ടൂ. അത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ നമ്മൾ നമുക്ക് മനസ്സിലായിട്ട് നമ്മളൊന്ന് എഴുതി വെക്കുക. ഒരു 5 marks ഒരു 1 page അല്ലെങ്കിൽ 1.5 pages നമ്മൾ എഴുതിയാൽ മതി. അത് കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് സിസോഫ്രീനിയ വരുന്നത്. ഇത് മേ ബി ഒരു 10 marks ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. 5 different types ആണ് വരുന്നത്. പാരനോയിഡ്, കാറ്ററ്റോണിക്, ഹെർബിഫെക്സ്, റെസിഡ്യൂവൽ, അൺഡിഫറൻഷ്യൽ. ഇങ്ങനെ 5 ടൈപ്സ് ഓഫ് സിസോഫ്രീനിയാസ് ആണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് പാരനോയിഡ് സിസോഫ്രീനിയ ആണ്. പാരനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പോസിറ്റീവ് സിംറ്റംസ് ആയിരിക്കും കുറച്ചുകൂടി കൂടുതലായിട്ട് കാണിക്കും. ഫോർ എക്സാമ്പിൾ ഡെലിയൂഷൻ, ഹാലുസിനേഷൻ ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ലൈഫ് നല്ല സാധാരണ രീതിയിൽ ലീഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും. ഇത് മെയിൻ ആയിട്ട് ഓഡിറ്ററി ഹാലുസിനേഷനും അതുപോലെ തന്നെ വിഷ്വൽ ഓഡിറ്ററി ഹാലുസിനേഷൻ, വിഷ്വൽ ഹാലുസിനേഷൻ, പാരനോയിഡ് ഡെലൂഷൻ, സംശയം കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ഇവർക്ക് മെയിൻ ആയിട്ട് ഇതിൽ കണ്ടുവരുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് പറഞ്ഞ ഡെലൂഷൻസ് ആണ് ഡെലൂഷൻ ഓഫ് റെഫറൻസ്, ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ, ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി, ഓഡിറ്ററി ആൻഡ് വിഷ്വൽ ഹാലുസിനേഷൻ, തോട്ട് ഡിസോർഡേഴ്സ്. അപ്പൊ ഡെലൂഷൻ ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാണ് എനിക്ക് എന്തൊക്കെയോ വലിയ കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എന്താ അത് നമുക്ക് പറയാം. ഡെലൂഷൻ ഓഫ് റെഫറൻസ് എന്താ നമുക്ക് അടുത്ത സ്ലൈഡ് നമുക്ക് പറയാം എഴുതിയിട്ട്. അപ്പോൾ ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ, ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി, ഓഡിറ്ററി ആൻഡ് വിഷ്വൽ ഹാലുസിനേഷൻ, തോട്ട് ഡിസോർഡേഴ്സ്. അപ്പൊ തോട്ടിൽ വരുന്ന പ്രശ്നങ്ങൾ. അതാണ് കാറ്ററ്റോണിക്. കാറ്ററ്റോണിക് നമ്മുടെ ശരീരഘടനകൾ നമ്മൾ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ട് വേണമെങ്കിൽ എത്രയോ മണിക്കൂർ വേണമെങ്കിൽ നിൽക്കും. നമ്മുടെ ഒരു ബോഡി തന്നെ ഭയങ്കര സ്ട്രക്ചർ ചെയ്ത് നമുക്ക് വേദന എടുത്താൽ നമ്മൾ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു കാറ്ററ്റോണിക് സിസോഫ്രീനിയ എന്ന് പറയുന്നത്. അപ്പൊ ഭയങ്കര നമുക്ക് പേടിയെടുത്ത് തോന്നും. അതുപോലെ തന്നെ വെർബലി അവർക്ക് വർത്താനം പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഭയങ്കര ഓഡിറ്ററി വിഷ്വൽ ഹാലുസിനേഷൻ ഒക്കെ ഉണ്ടാവും. വിസിയർ ആയിട്ടുള്ള ഡെലൂഷൻസ് ഒക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. പിന്നെ ഹെർബിഫെനിക് സിസോഫ്രീനിയയിൽ വരുന്നത് വെച്ചാൽ ഒരു ഡിസോർഗനൈസ്ഡ് സിസോഫ്രീനിക് ക്യാരക്ടറിസ്റ്റിക്സ് ആക്കും. അതുപോലെ ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ആയിരിക്കും. അതുപോലെ ബിഹേവിയർ, സ്പീച്ച്, ഇമോഷൻ. ബിഹേവിയർ, സ്പീച്ച്, ഇമോഷൻ ആണ് ഈ ഒരു ഹെർബിഫെനിക് സിസോഫ്രീനിയയിൽ ബുദ്ധിമുട്ട് വരുന്നത്. മെയിൻ ആയിട്ട് ഫംഗ്ഷനിങ് ഒക്കെ കുറയും. പിന്നെ ഈ ഒരു ഇമോഷണൽ റെസ്പോൺസ് കറക്റ്റ് ആവുന്നില്ല, ഇമ്പൾസ് കൺട്രോൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള പ്രശ്നങ്ങളും ഈ കാറ്ററ്റോണിക് സിംറ്റംസ് ഒക്കെ ഇതിൽ വരാൻ ചാൻസസ് ഉണ്ട്. അതാണ് റെസിഡ്യൂവൽ എന്ന് പറയുമ്പോൾ ഈ നെഗറ്റീവ് സിംറ്റംസ് ഒന്നും ഇല്ലാണ്ട് ഈ റെസിഡ്യൂവൽ സിംറ്റംസ് മാത്രം. മെയിൻ ആയിട്ട് നെഗറ്റീവ് സിംറ്റംസ്, ഫോർ എക്സാമ്പിൾ മൂഡ്, ഇപ്പോ ഇമോഷണലി ഭയങ്കര ആക്റ്റീവ് അല്ലാണ്ടിരിക്കുക, ആരോടും മിണ്ടാണ്ടിരിക്കുക, ഉള്ളിൽ നിൽക്കുക. എന്ത് പ്രശ്നം ഉണ്ടായാലും ഇമോഷണലി അയാൾക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിക്ക് നടക്കാം. ഒരു വേറൊരു യൂണിവേഴ്സിറ്റി നടക്കണ പോലെ. എന്താണ് അൺഡിഫറൻഷ്യൽ സിസോഫ്രീനിയ എന്ന് പറയുമ്പോൾ ഈ ബാക്കിയുള്ള എല്ലാ ടൈപ്പ് ഓഫ് സിസോഫ്രീനിയയുടെ ഒരു മിക്സ് ആണ് ഈ അൺഡിഫറൻഷ്യൽ സിസോഫ്രീനിയ. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, എല്ലാത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അതിന്റെ ഉള്ളിലുണ്ട്. അതാണ് അൺഡിഫറൻഷ്യൽ സിസോഫ്രീനിയ. ചൈൽഡ് സിസോഫ്രീനിയ, ഇത് മെയിൻ ആയിട്ട് സാധാരണ സിസോഫ്രീനിയ എന്ന് പറയുന്നത് ഒരു അഡൾട്ടിൽ കണ്ടുവരുന്ന ഒരു ഡിസോർഡർ ആണ്. അപ്പൊ ചൈൽഡ്ഹുഡിൽ കണ്ടുവരാൻ ചാൻസ് ഉണ്ട്, ബട്ട് ഇത് റയർ ആണ്. അപ്പൊ അതാണ് മെയിൻ നമ്മൾ മനസ്സിലാക്കില്ല. അപ്പൊ കുട്ടികൾ മെയിൻ ആയിട്ട് ഫ്രണ്ട്സും ഫാമിലി വിഡ്രോ ആവും. അതുപോലെ തന്നെ
ഒരു പെർഫോമൻസ്, സ്കൂൾ പെർഫോമൻസ് കുറയും. അതുപോലെ തന്നെ സ്ലീപ്പ് ട്രബിൾ വരും, ഇറിറ്റബിലിറ്റി, ഡിപ്രസ്ഡ് മൂഡായിരിക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച് ആയിട്ട് ബിഹേവ്, സബ്സ്റ്റൻസ് അബ്യൂസ് കാര്യങ്ങളിലൊക്കെ പെടാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ എന്ന് പറയുന്നത് ഇതിന്റെ ഓൺസെറ്റും കാര്യങ്ങളും. അപ്പൊ ഈ ഓൺസെറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇത് എഴുതുമ്പോ എന്താ മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് എഴുതുമ്പോൾ ഇത് ഇൻക്ലൂഡ് ആക്കണം കേട്ടോ. ടൈപ്സ് ഇത് ഇൻക്ലൂഡ് ആക്കണ്ട, ബട്ട് മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് എഴുതുമ്പോൾ ഇത് ഇൻക്ലൂഡ് ആക്കണം. ഓക്കെ, അപ്പോൾ സിസോഫ്രീനിയ മെയിനായിട്ട് 16 to 30 ഇയേഴ്സിന്റെ ഉള്ളിലാണ് ഇതിന്റെ ഓൺസെറ്റ് എന്ന് പറയുന്നത്. മെയിൽസിലാണ് ഇത് കൂടുതൽ കാണാൻ ചാൻസസ് ഫീമെയിൽസിനേക്കാളും. അതുപോലെ തന്നെ ഇത് ഇൻഡിവിജ്വൽ അത് കുറെ വർഷങ്ങൾ എനിക്ക് മനസ്സിലായിരുന്നില്ല, കാരണം ഫസ്റ്റ് ഒരു മൈൽഡ് ലെവലിൽ അത് വരിക. അതുപോലെ തന്നെ ഒരു 1% ഓഫ് പോപ്പുലേഷനിൽ മാത്രം കണ്ടുവരുന്ന ഒരു രോഗമാണ് സിസോഫ്രീനിയ. മെന്നിനും വുമൻസിനും ഈക്വലി വരുന്നത്. മോസ്റ്റ് പ്രൊമിനന്റ്ലി ഇത് പറഞ്ഞേക്കുന്നത് മെന്നിനാണ് വരാൻ ചാൻസ്. ഇതാണ് കാഷ്വൽ ഫാക്ടേഴ്സ്. ഇത് കാഷ്വൽ ഫാക്ടേഴ്സ് മാത്രമായിട്ട് വേണമെങ്കിൽ 10 മാർക്സിൽ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ സോ നമ്മൾ നന്നായി പഠിക്കുക കേട്ടോ. അത് ഇപ്പൊ കാഷ്വൽ ഫാക്ടേഴ്സിൽ എന്താ ജനറ്റിക് ഫാക്ടേഴ്സ് പറയുന്നത്. ഇപ്പൊ ജനറ്റിക്സ് കാരണം നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ട്വിൻ സ്റ്റഡീസ് വരുന്നത്, ട്വിൻസിൽ ഒരാൾക്കുണ്ടെങ്കിൽ മറ്റാൾക്ക് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ അഡോപ്ഷൻ സ്റ്റഡി എന്താ പറഞ്ഞേക്കുന്നത്, അഡോപ്റ്റ് ചെയ്ത കുട്ടിനേക്കാളും സ്വന്തം കുട്ടിക്കാണ് വരാൻ ചാൻസസ് എന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതെന്താ ജനറ്റിക് ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ്. പിന്നെ ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഒരു ജനറ്റിക് ലിങ്കേജ് ഉള്ള ആൾക്കാർക്ക്, ഫോർ എക്സാമ്പിൾ നമ്മുടെ വല്ല ഡയറക്റ്റ് ആയിട്ടുള്ള കസിൻസിനോ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസസ് പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ലിങ്കേജ് അനാലിസിസ് പറഞ്ഞതിന്റെ മെയിൻ ആയിട്ടുള്ള എന്താ വെച്ചാൽ ഒരു ജനറ്റിക് സിൻഡ്രം ഉണ്ട്, വെലോ കാർഡിയോ ഫേഷ്യൽ സിൻഡ്രം എന്നൊരു സിൻഡ്രം ഉണ്ട്. അത് മെയിൻ ആയിട്ട് ക്രോമസോം 22 വരുന്ന ഒരു പ്രശ്നത്തിനെ തുടർന്ന് ഉണ്ടാവുന്നതാണ് സിസോഫ്രീനിയ എന്നാണ് ഈ ലിങ്കേജ് അനാലിസിസിലൂടെ പറയുന്നത്. പിന്നെ പ്രീനേറ്റൽ എക്സ്പോഷർ ആണ് മെയിൻ ആയിട്ട്. കുട്ടിക്ക് വയറ്റിലിരിക്കുമ്പോൾ എന്തെങ്കിലും അമ്മയ്ക്ക് വരെ ഇൻഫെക്ഷൻ വരികയും അല്ലെങ്കിൽ ആന്റിബോഡീസ് എന്തെങ്കിലും പ്രശ്നം വരിക, അതൊക്കെ കാരണം വരുന്ന ഒരു പ്രശ്നം കൂടിയാണ് സിസോഫ്രീനിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ജനറ്റിക് ഫാക്ടേഴ്സ് പറയുന്ന ഒരു സംഭവം കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മനസ്സിലാവും, ട്വിൻ സ്റ്റഡി എന്താ നമുക്ക് മനസ്സിലാവും. സ്റ്റാർ ഉണ്ടാക്കി ജസ്റ്റ് നമ്മൾ എഴുതി വെക്കുക. ഫാമിലി റിലേഷൻഷിപ്പ് ആണ് സെക്കൻഡ് പോസിറ്റീവ് ഫാക്ടർ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറച്ച് തിയറീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫാമിലി ഒരാൾക്ക് സിസോഫ്രീനിയ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് വെച്ചാൽ പകർച്ചുള്ള പോലെയല്ല, കാരണം അവരുടെ ചിന്താഗതിയിൽ ഭയങ്കര പ്രശ്നമുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരു ചിന്താഗതി കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ആ ഒരു മെന്റൽ സ്റ്റേറ്റ് തകരാനും ഇതായിട്ട് വരാം. അടുത്താണ് ഇൻകോമ്പാബിലിറ്റി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ RH ഫാക്ടേഴ്സ്, ഒരാൾക്ക് പോസിറ്റീവ്, ഒരു ഹസ്ബൻഡിന് നെഗറ്റീവും ഭാര്യയ്ക്ക് പോസിറ്റീവും, അല്ലെങ്കിൽ അല്ല ഭാര്യയ്ക്ക് പോസിറ്റീവ് ഹസ്ബൻഡിന് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആ കുട്ടിക്ക് ആ ഒരു ഓക്സിജൻ ഡിപ്രിവിയേഷൻ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കാരണം എന്താ പറയാ സിസോഫ്രീനിയ കാര്യങ്ങളും വരാൻ ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അതുപോലെ ബ്രെയിനിന്റെ അബ്നോർമാലിറ്റീസ് വന്നാലും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷണൽ ബ്രെയിൻ അബ്നോർമാലിറ്റീസ്. അപ്പൊ ഇത് ഈ ബയോളജിക്കൽ കോഴ്സസ് ചോദിക്കുമ്പോൾ ഇതൊക്കെ എഴുതണം കേട്ടോ. ഇതൊക്കെയാണ് ബയോളജിക്കൽ കോഴ്സസ്. ആ ജനറ്റിക് മുതൽ വരുന്നത് ബയോളജിക്കൽ കോഴ്സസ് ആണ്. സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷണൽ അബ്നോർമാലിറ്റീസ് ഈ പെറ്റ് MRI സ്കാനൊക്കെ എടുത്ത് നമുക്ക് മനസ്സിലാവും സിസോഫ്രീനിയയുടെ പ്രശ്നം. കാരണം ഈ ബ്രെയിനിന്റെ സൈസിലും ബ്രെയിനിലുള്ള ഫ്ലൂയിഡ്സിലും വ്യത്യാസങ്ങളും കാര്യങ്ങളും വരും സിസോഫ്രീനിയ ഉള്ളപ്പോൾ. ഫോർ എക്സാമ്പിൾ ഈ കെമിക്കൽ ഇംബാലൻസ് ഇൻ ദ ബ്രെയിൻസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ വ്യത്യാസം, അതുപോലെ തന്നെ ഡോപ്പാമിനിലും ഈ ഗാബയുടെ ലെവലിലൊക്കെ ഭയങ്കരമായിട്ട് ആ ഒരു വ്യത്യാസങ്ങളും കാര്യങ്ങളും വരും. പിന്നെ ബ്രെയിൻ വോളിയം, അതിന്റെ ലോസ് ഉണ്ടാവും, കുറവായിരിക്കും ബ്രെയിൻ വോളിയം ഈ സിസോഫ്രീനിയ ഉള്ള ആൾക്കാർക്ക്. എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് ഈ ട്രോമ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു വൈറൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ സിസോഫ്രീനിയ വരാൻ ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സിസോഫ്രീനിയ അത് വേറെ തന്നെ സിസോഫ്രീനിയ ആണ്. ഡ്രഗ് ഉപയോഗിച്ചിട്ട് അപ്പം തന്നെ വരുന്ന ഒരു വ്യത്യാസമല്ല, അത് ഉപയോഗിച്ച് ലാസ്റ്റ് അയാൾ മൊത്തത്തിൽ അങ്ങനെ പോകുന്ന ഒരു അവസ്ഥയാണ് ഇത് വരുന്നത്. അപ്പോ ബയോളജിക്കൽ ഫാക്ടേഴ്സ് കുറിച്ച് ഇത് മൊത്തം എഴുതുക കേട്ടോ. ഇത് മൊത്തം എന്ന് പറയുന്നത് ജനറ്റിക്, ഫാമിലി വേണ്ട, ഇൻകോമ്പബിലിറ്റി, സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷണൽ ബ്രെയിൻ അബ്നോർമാലിറ്റീസ്. ഇതാണ് എഴുതേണ്ടത്, ഈ മൂന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, എന്തൊക്കെ എഴുതുക? ജനറ്റിക് എഴുതണം, ഇൻകോമ്പാബിലിറ്റി എഴുതണം, സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷണൽ ബ്രെയിൻ അബ്നോർമാലിറ്റി. ഈ മൂന്നാണ് ബയോളജിക്കൽ കോഴ്സിൽ ഫാക്ടേഴ്സ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ ട്രീറ്റ്മെന്റ്. അപ്പോ ട്രീറ്റ്മെന്റിൽ എന്തൊക്കെയാ വരുന്നത്? മെയിനായിട്ട് സൈക്കാട്രിസ്റ്റ് ആണ് ഈ സിസോഫ്രീനിയയുടെ ട്രീറ്റ്മെന്റ് ചെയ്യുക. അത് കഴിഞ്ഞാണ് സൈക്കോളജിന്റെ അടുത്തേക്ക് എത്തുള്ളൂ. അപ്പോ ഒരു മിനിറ്റ്, അപ്പൊ നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്ക്.
ഓക്കെ, അപ്പൊ എന്താ ട്രീറ്റ്മെന്റ്സ് എന്താ നോക്കുക. ട്രീറ്റ്മെന്റ്സ് ക്വസ്റ്റ്യൻ വന്നത് കേട്ടോ. അപ്പൊ ട്രീറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് സൈക്കോ സോഷ്യൽ ട്രീറ്റ്മെന്റ് അല്ലേ ചോദിച്ചേക്കുന്നത്. ബയോളജിക്കൽ ആൻഡ് സൈക്കോ സോഷ്യൽ ട്രീറ്റ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ എഴുതി വെച്ചാൽ മതി. ഇതൊക്കെ ബയോളജിക്കൽ ആൻഡ് സൈക്കോ സോഷ്യൽ വരുന്ന ട്രീറ്റ്മെന്റ്സ് ആണ്. ഇപ്പൊ ഫസ്റ്റ് സൈക്കാട്രിസ്റ്റ് ആണ് നോക്കുക. അതിൽ മെയിൻ ആയിട്ട് ഈ സിസോഫ്രീനിയ ട്രീറ്റ്മെന്റിലെ ആരൊക്കെ ഇൻവോൾവ് ആവും? സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, സോഷ്യൽ വർക്കർ ഉണ്ടാവും, സൈക്കാട്രിക് നഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ബാക്കിയുള്ള മാനേജേഴ്സും കോർഡിനേറ്റേഴ്സും ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാവും. ഒരു ഫുൾ ടേം അപ്രോച്ച് ആണ് സിസോഫ്രീനിയക്ക് വരുന്നത്. കൊണ്ട് അസുഖം മുഖത്ത് മാറ്റാനൊന്നും പറ്റില്ല. റെഗുലർ ആയിട്ടുള്ളതായിരിക്കും. ആ ഒരു പഠന സമയത്തേക്കുള്ള ആ ട്രീറ്റ്മെന്റ് വേണ്ടി വരേണ്ടി വരും. ഫസ്റ്റ് മെഡിക്കേഷൻ, മെഡിസിൻസ് കൊടുക്കുക. സിസോഫ്രീനിയക്കുള്ള മെയിനായിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ബ്രെയിനിൽ വരുന്ന വ്യത്യാസങ്ങൾക്കൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ് ആണ്. മെയിനായിട്ട് ഹാലുസിനേഷൻ, ഡെലൂഷൻസിലൊക്കെയാണ് മെഡിസിൻ എഫക്ട് ചെയ്യുന്നത്. മെയിനായിട്ട് ഈ ഒരു സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻസ് ആണ്. അപ്പൊ അതിൽ മെഡിക്കേഷൻ ചെയ്തതോടുകൂടി അപ്പൊ ആദ്യം മെഡിക്കേഷൻ കഴിഞ്ഞതിന് മാത്രമേ ഈ സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ സോഷ്യൽ അത് കൊടുക്കുക. അത് നിങ്ങൾക്ക് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻ. അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം കേട്ടോ. പിന്നെ സൈക്കോ എഡ്യൂക്കേഷൻ. സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അയാൾക്കും അയാളുടെ ഫാമിലിക്കും ഈ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക. സിസോഫ്രീനിയ എന്താണ് അതിനെ പറ്റിയിട്ടൊക്കെ. പിന്നെ ഇൻഡിവിജ്വൽ തെറാപ്പി, സോഷ്യൽ സ്കിൽ ട്രെയിൻ ഇതൊക്കെ സൈക്കോ തെറാപ്പിയിൽ വരുന്ന സംഭവം കേട്ടോ. ഇൻഡിവിജ്വൽ തെറാപ്പി, സോഷ്യൽ സ്കിൽ ട്രെയിനിങ്, ഫാമിലി തെറാപ്പി, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി ഇതെന്ന് പറയുന്നത് ബയോളജിക്കലി വരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പൊ ECT എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഈ ഷോക്ക് എടുപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ പറയാമെങ്കിൽ പണ്ട് അതിന്റെ ഒരു വേറൊരു സംഭവമാണ്. പിന്നെ ആർട്ട് തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഇതൊക്കെയാണ് സിസോഫ്രീനിയയിൽ വരുന്നത് ട്രീറ്റ്മെന്റ് ആയിട്ട്. ഓക്കെ, പിന്നെ മേ ബി ഡെലൂഷൻസ് ഒക്കെ ചോദിക്കാതിരിക്കുക. ഡെലൂഷൻസ് എന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ ഒരു നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്കുക ഡെലൂഷൻ എന്താണെന്ന്. ഓക്കെ, ഫാൾസ് ബിലീഫ് ആണ് ഡെലൂഷൻ. ഫാൾസ് അൺഷേക്കബിൾ ബിലീഫ് ആണ്. ടൈപ്സ് ഓഫ് ഡെലൂഷൻ ഉണ്ട്. മെയിൻ റെഫറൻസ് ഓഫ് ഡെലൂഷൻ അത് നമ്മളെ ഫസ്റ്റ് പാരന്റ് സിസോഫ്രീനിയയിൽ പറഞ്ഞതാണ്. എന്നുവെച്ചാൽ ഒരാൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ഗ്രാൻഡിയോസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തൊക്കെയോ പവർ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചു കൂട്ടുക. പെർസിക്യൂട്ടറിന് ആരെയും കൊല്ലാൻ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അതൊക്കെയാണ് ഡെലൂഷൻ. ഹാലുസിനേഷൻ, ടൈപ്സ് ഓഫ് ഹാലുസിനേഷൻ ഇതൊന്നും നിങ്ങൾ പഠിക്കാൻ ആവശ്യം. മറ്റേത് മാത്രം കറക്റ്റായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ക്ലിനിക്കൽ പിക്ചർ ഓഫ് സിസോഫ്രീനിയ. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു സംഭവമാണ് ക്ലിനിക്കൽ പിക്ചർ ഓഫ് സിസോഫ്രീനിയ. ഇത് നിങ്ങൾ മീനിങ് ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ എഴുതേണ്ട ഒരു സംഭവമാണ്. മറ്റേത് എഴുതിയില്ലെങ്കിലും ഇത് എഴുതണം കേട്ടോ. പോസിറ്റീവ് സൈൻ ഓഫ് സിംറ്റം, നെഗറ്റീവ് സൈൻ ഓഫ് സിംറ്റംസ് ഒക്കെ മീനിങ് ചോദിക്കുമ്പോൾ ആദ്യം അത് എഴുതുക. ഒന്നെങ്കിൽ ക്ലിനിക്കൽ പിക്ചർ എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റേ ക്രൈറ്റീരിയ എഴുതുക. ഇതാണ് കുറച്ചുകൂടെ എളുപ്പം തോന്നുന്നു. പോസിറ്റീവ് എന്താണെന്ന് അറിയില്ലേ, നെഗറ്റീവ് സിംറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ. സിസോഫ്രീനിയ എന്നുള്ള ചാപ്റ്റർ നമ്മുടെ അടുത്ത ചാപ്റ്ററോട് നമുക്ക് പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ് ഓഫ് സിസോഫ്രീനിയ എന്ന് പറഞ്ഞിട്ട് അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണം. ഓക്കെ ഓക്കെ അല്ലേ? പോസിറ്റീവ് നെഗറ്റീവ് സിംറ്റംസ് സിസോഫ്രീനിയ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സംഭവങ്ങൾ എഴുതാം. പോസിറ്റീവ് സൈൻ ഓഫ് സിംറ്റം, നെഗറ്റീവ് സൈൻ ഓഫ് സിംറ്റം. പോസിറ്റീവ് സിംറ്റംസിൽ ഹാലുസിനേഷൻ, ഡെലൂഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനൊക്കെ ടൈപ്സ് ഒന്ന് എഴുതുക. നെഗറ്റീവ് സിംറ്റംസിൽ നിങ്ങൾ ആ ഈ ഒരു സംഭവങ്ങൾ എഴുതിയാൽ. ഓക്കെ, സിസോഫ്രീനിയ ചാപ്റ്റർ നമുക്ക് വേഗം എടുത്ത് പോകണം കേട്ടോ. സിസോഫ്രീനിയെ കുറിച്ച് സമയം കഴിഞ്ഞു. അടുത്ത ചാപ്റ്റർ മൂഡ് ഡിസോർഡേഴ്സ് ആണ്. അപ്പൊ ടൈപ്സ് ഓഫ് മൂഡ് ഡിസോർഡേഴ്സ്, മൂഡ് ഡിസോർഡേഴ്സ് എന്താണെന്നുള്ളത് എഴുതുക. അപ്പോ മൂഡ് ഡിസോർഡർ എന്താ, മൂഡ് ഡിസോർഡേഴ്സ് എന്നുള്ളത് എഴുതുക. അതുപോലെ തന്നെ ടൈപ്സും കാര്യങ്ങളും എടുക്കുക. ഓക്കെ, കറക്റ്റ് ആയിട്ട് ആ ഒരു സ്ട്രക്ചർ ഫോർമാറ്റ് എഴുതണം കേട്ടോ. പിന്നെ ബൈപോളർ മൂഡ് ഡിസോർഡേഴ്സ്. അപ്പൊ കാഷ്വൽ ബൈപോളർ 1 ഉണ്ട്, 2 ഉണ്ട്. അത് 2 ഇതെന്ത് വരും, അതിന്റെ കാഷ്വൽ ഫാക്ടേഴ്സ് എഴുതും. ഇതേപോലെ പിപിറ്റി ഉണ്ട്, ഞാൻ പിപിറ്റി തരാം. അതുപോലെ തന്നെ അൺപോളർ മൂഡ് ഡിസോർഡേഴ്സ്, യൂണിപോളർ ഒരു ഭാഗത്ത് മാത്രം പ്രശ്നം. ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ മാനിയ ഏതിലൊക്കെ വരുള്ളൂ. അതിന്റെ ഡെഫിനേഷനും കാഷ്വൽ മൂഡ് ഡിസോർഡേഴ്സിന്റെ ട്രീറ്റ്മെന്റ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ സെക്കൻഡ് ചാപ്റ്റേഴ്സിന് ചോദിക്കാൻ ചാൻസ്. അപ്പൊ ഒരു മൂഡ് ഡിസോർഡർ നമുക്ക് പിപിറ്റി പഠിച്ചതിന് മൊത്തത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, സുഖമാണ്. അപ്പൊ നോക്കിയോട്ടെ കേട്ടോ, പിപിറ്റി ഉണ്ടോ.
നിങ്ങൾക്ക് PPT കിട്ടിയിട്ടുണ്ടോ മുന്നേ ഈ ചാപ്റ്റേഴ്സിന്റെ? പറയാമോ ആരെങ്കിലും? ഈ ക്ലാസ് എടുത്തിട്ട് PPT കിട്ടിയിട്ടുണ്ടോ ഇതിനൊക്കെ? കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അയക്കുന്നില്ല, കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ പറയുകയാണെങ്കിൽ ഞാൻ അയക്കും. PPT ഓക്കെ ആണ്, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അയക്കാം. അതായത് മുന്നേ പഠിച്ച PPT പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സാം തലേ ദിവസം ഈ PPT പഠിക്കാൻ നിൽക്കരുത് കേട്ടോ. പഠിച്ചു തന്നെ വീണ്ടും പഠിക്കുക. ഓഡേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ഷെയർ ചെയ്യട്ടെ. കാണുന്നില്ലേ? ഓക്കെ. അപ്പൊ ഇതില് എല്ലാ മൂഡ് ഡിസോർഡേഴ്സ് മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതുക. അത് ഇമോഷണൽ കാര്യങ്ങളിൽ വരുന്ന ഒരു പേഴ്സൺ, ഇമോഷണൽ പേഴ്സന്റെ ബിഹേവിയറിനെയും പെർസെപ്ഷനെയും എങ്ങനെ വ്യത്യാസപ്പെടുത്തുന്നു, അതാണ് മൂഡ് ഡിസോർഡേഴ്സിന്റെ മെയിൻ ആയിട്ട് ഡെഫിനേഷൻ കൊടുത്തേക്കുന്നത്. അതിന്റെ വെറൈറ്റീസ് ഓഫ് അഡ്ജക്റ്റീവ്സ് ആണ് മൂഡ് ഡിസോർഡേഴ്സിനെ യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിൻ ആയിട്ട് അഫക്റ്റീവ് ഡിസോർഡർ എന്നും കൂടി പറയും, കാരണം അഫക്റ്റീവ് ഇമോഷൻ ആണല്ലോ. അതൊക്കെയാണ് മൂഡ് ഡിസോർഡേഴ്സിന്റെ ഡെഫിനേഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇതൊന്നല്ല, ഇതൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കി മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ടൈപ്സ് ഓഫ് മൂഡ് ഡിസോർഡേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടെണ്ണം ഇത് ഈസി ആയിട്ട് ഉള്ള രീതിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. യൂണിപോളാർ എന്ന് പറയുന്നത് ഒരു പേഴ്സണില് ഇപ്പൊ ഡിപ്രഷൻ മാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് യൂണിപോളാർ. അതിനുള്ളിൽ തന്നെ ടൈപ്സ് ഉണ്ട്. മേജർ ഡിപ്രസീവ് ഡിസോർഡേഴ്സ്, പെർസിസ്റ്റന്റ് ഡിപ്രസീവ് ഡിസോർഡേഴ്സ്, പ്രീമെൻസ്ട്രൽ ഡിപ്രസീവ് ഡിസോർഡേഴ്സ്, ഡിസ്ട്രപ്റ്റീവ് മൂഡ് ആൻഡ് ഡിസ്റെഗുലേഷൻ ഡിസോർഡർ. പിന്നെ രണ്ടാമത്തെ ബൈപോളാർ ആണ് റിലേറ്റഡ്. ബൈപോളാർ എന്ന് പറയുമ്പോൾ അറിയാം, മാനിയും ഡിപ്രഷൻ രണ്ടും ഒരേ സമയത്ത് വരാം. ഇത് 1, 2 സൈക്ലോഡൈനിക് ഡിസോർഡേഴ്സ് ഇതൊക്കെയാണ് വരുന്നത്. ടൈപ്സ് ചോദിക്കുമ്പോൾ ഈ രണ്ടെണ്ണം മെയിൻ ആയിട്ട് ഫസ്റ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് ടൈപ്സിലോട്ട് കുറച്ചുകൂടി കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം, ഡീപ്പായിട്ട് എഴുതണം. ഈ ഉള്ളിൽ വന്ന എന്താ പറയാ ടൈപ്സ് ഒക്കെ. ഇത് സിംറ്റംസ് വെച്ചിട്ട് ഈ രണ്ടെണ്ണം ഡിപ്രഷൻ മാനിയുടെ സിംറ്റംസ് നമ്മൾ എഴുതാം. ഓക്കെ. അപ്പൊ ഡിപ്രഷൻ എന്താന്ന് പറഞ്ഞേക്കുന്നത്, ഡിപ്രഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് വായിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കുക. സിംറ്റംസ് അതിലെ ടൈപ്സ് ആണ് കേട്ടോ. ടൈപ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം മാനിക് ഡിപ്രസീവ് ഡിസോർഡർ. ജസ്റ്റ് ഇതെല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് വായിച്ചിട്ട് മനസ്സിലാക്കണം. അതേപോലെ എഴുതിയാൽ മതി. മനസ്സിലാക്കില്ല സിംറ്റംസ് അതേപോലെ എഴുതിയാൽ മതി. കുറയിലും കൂടുതലൊക്കെ ഇങ്ങനെ വരും. അതാണ് പെർസിസ്റ്റന്റ് ഡിപ്രസീവ് ഡിസോർഡേഴ്സ്. പ്രീമെൻസ്ട്രൽ എന്ന് പറയുമ്പോൾ മെൻസ്ട്രുവേഷൻ ഒന്നെങ്കിൽ അവസാനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ ഒരു മൂഡ്സിൽ വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അടുത്ത ബൈപോളാർ റിലേറ്റഡ് ഡിസോർഡേഴ്സ് ആണ് വരുന്നത്. ബൈപോളാർ എന്താണെന്നുള്ളത് മാനിയ വരുന്നത്. അതിൽ ക്രൈറ്റീരിയ ജസ്റ്റ് വായിച്ചു നോക്കി മനസ്സിലാക്കിയത്. നിങ്ങൾ ക്രൈറ്റീരിയ കാണാൻ പടം പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കിയിട്ട് എഴുതിയാൽ മതി. സൈക്ലോഡൈമി എന്താ നോക്കുക, ഇതേപോലെ തന്നെ ഭയങ്കര ലെസ് സിവിയർ ആയിരിക്കും മറ്റേനേക്കാളും. അത്രയുള്ളൂ ഇതിന്റെ വ്യത്യാസം. ബൈപോളാർ 1 ഏതാണ്, ഇത് 2 എന്താണ്, ഇത് ഡിസ്ട്രിബ്യൂഷൻ നോക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ടൈപ്സ് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത്, മെയിൻ ആയിട്ട് എന്താ ഇവിടെ ടൈപ്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ടൈപ്സ് നിങ്ങൾ എഴുതണം. ടൈപ്സ് എഴുതി ഇതിന്റെ ഓരോന്നും നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാം. ഡിസ്ക്രൈബ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഇതിൽ പുറത്തേക്കണം അത്രയും കുറേ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. സ്ലൈഡ് കിട്ടിയിട്ടുണ്ടാവും, PPT കിട്ടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു രീതിക്ക് എഴുതി വെക്കുക, അത്രയേ വേണ്ടൂ. വലിച്ചു വാരി ഒന്നും എഴുതരുത്, കുറച്ച് എഴുതി വെക്കുക. 10 മാർക്സിന് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായ അതിന്റെ സിംറ്റംസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു മാനിക് ഡിപ്രസീവ് ഡിസോർഡേഴ്സ് ഒരു 1 പാര എഴുതുക. അപ്പൊ ഓരോരോ ഡിസോർഡേഴ്സ് ഓരോരോ പാരഗ്രാഫ് ആയിട്ട് എഴുതി വെക്കുക. ഓക്കെ. അതെന്താണ് കാഷ്വൽ ഫാക്ടേഴ്സ് പറയാം. ഇപ്പൊ കാഷ്വൽ ബയോളജിക്കൽ ഫാക്ടർ ഉണ്ട്. അപ്പൊ ബ്രെയിനിൽ പ്രശ്നം വരുന്ന കാരണം, ഫോർ എക്സാമ്പിൾ അമേഗ്ഡാലയിലും ഓർബിറ്റോ ഫ്രോണ്ടൽ കോർട്ടക്സിലും പ്രശ്നങ്ങൾ വരുന്ന കാരണം അതാണല്ലോ ഇമോഷനെ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ അതിന്റെ വ്യത്യാസം കാരണം വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെറോട്ടോണിന്റെ അളവ്, ബാക്കിയുള്ള ബ്രെയിൻ സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളും, അതുപോലെ ഹോർമോൺസ് ലെവലിൽ വരുന്ന മാറ്റങ്ങളൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്.
അപ്പോ ഡിപ്രസീവ് ഡിസോർഡേഴ്സ് വരാൻ കാരണം എന്താ? ന്യൂറോഫിനെഫ്രിൻ, ഡോപ്പാമിൻ, സെറോട്ടോണിന്റെയും ലോ ലെവലാണ്. മാനിയ വരാൻ കാരണം എന്താ? ഇതിന്റെ ഒക്കെ ഹൈ ലെവൽ. അത്രേ ഉള്ളൂ, അതൊക്കെ മനസ്സിലാക്കിയാൽ. പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, നേരത്തെ പറഞ്ഞില്ല, സെയിം സംഭവം തന്നെ. ഇപ്പോ ഒരു ട്വിന്നിനുള്ള പോലെ ഉണ്ടെങ്കിൽ മറ്റാൾക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അച്ഛനമ്മയ്ക്ക് ഉണ്ടെങ്കിൽ മറ്റാൾക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അത്രയാണ്. പിന്നെ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ്, ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, സൈക്കോ സോഷ്യൽ മാത്രമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ സ്ട്രെസ്ഫുൾ ലൈഫ് ആയിരിക്കാം, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ട്രേറ്റ് ആയിരിക്കാം, അറ്റാച്ച്മെന്റ് പ്രോബ്ലം കാര്യങ്ങളായിരിക്കാം, ഇന്റർപേഴ്സണൽ ഡിഫിക്കൽട്ടി കാര്യങ്ങളൊക്കെ ആയിരിക്കാം, കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. പിന്നെ എപ്പിഡോമോളജി അത് നമുക്ക് പഠിക്കണ്ട, നോക്കിയാൽ മതി. അത് ഒരു ട്രീറ്റ്മെന്റ്സ്, ട്രീറ്റ്മെന്റ് ഓഫ് മൂഡ് ഡിസോർഡേഴ്സ് അത് ഫാർമക്കോതെറാപ്പി ആണ്. അപ്പൊ ഈ മെഡിസിൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുക. ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്, ECT യൂസ് ചെയ്തിട്ട്, പിന്നെ സൈക്കോതെറാപ്പി, CBT യൂസ് ചെയ്യും, അതുപോലെ ഡയറക്റ്റ് ബിഹേവിയർ തെറാപ്പി യൂസ് ചെയ്യും, ഇന്റർപേഴ്സണൽ സൈക്കോതെറാപ്പി യൂസ് ചെയ്യും. ഇതൊക്കെയാണ്. പിന്നെ യോഗ മെഡിറ്റേഷൻ ഒക്കെയാണ്. യോഗ മെഡിറ്റേഷൻ ഇപ്പൊ മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ്, ഈ ടൂൾസ് ആണ് മൂഡ് ഡിസോർഡേഴ്സിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളത് യൂസ് ചെയ്യുന്നത്. നോക്കിയത് ഇതിന്റെ PPT വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കുക. ഓക്കെ, മറ്റേതിലേക്ക് നോക്കുക ക്വസ്റ്റ്യൻസിലോട്ട് കേട്ടോ. മിനിറ്റ് ഒരു മിനിറ്റ്, ഒന്ന് ലെഫ്റ്റ് ആയി, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇതിന്റെ ചാർജ് ഒക്കെ എന്താണ്, വെയിറ്റ് ചെയ്യാം. കാണുന്നുണ്ടോ? അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററോട് പോവാട്ടോ. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയി. അടുത്ത പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ്. ഇതിന്റെ PPT നമുക്ക് കിട്ടുന്ന വിചാരിക്കുന്നു. അവ മെയിൻ ആയിട്ട് ഡെഫിനേഷൻ ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് നിങ്ങൾ ഡെഫിനേഷൻ കൊടുക്കുക, അതിന്റെ ഒരു ജസ്റ്റ് ഓവറോൾ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കുക, കാര്യങ്ങൾ കൊടുക്കുക. ഇത് കൊടുക്കുന്നത് മെയിൻ ആയിട്ട് 5 മാർക്സിന് ചോദിക്കാനാണ് ചാൻസ് ഉള്ളൂ. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എഴുതാം കേട്ടോ. ജസ്റ്റ് ഒരു ഓവറോൾ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്, അത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ പിന്നെ ക്ലസ്റ്റർ B ഡിസോർഡർ. ഇപ്പൊ എന്ന് പറയുന്നത് ക്ലസ്റ്റർ B, A, B, C ഇല്ല, ബട്ട് ചോദിച്ച് നമ്മൾ എഴുതണം. ഒരു DSM 4 അല്ലെങ്കിൽ 5 4 വന്ന സംഭവമാണ് ക്ലസ്റ്റേഴ്സ്. ചോദിച്ച ക്ലസ്റ്റർ B വരുന്നത് എന്താ, അത് നമ്മൾ എഴുതുക. ഹെൽത്ത് ഡിസോർഡേഴ്സ് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യേണ്ട ക്യാഷ് ഫാക്ടേഴ്സും ട്രീറ്റ്മെന്റ്, ഇതൊക്കെ 10 മാർക്സ് ചോദിക്കാൻ കേട്ടോ. ക്ലസ്റ്റർ C എഴുതുക, ക്യാഷ് ഫാക്ടേഴ്സും ട്രീറ്റ്മെന്റും. പിന്നെ അതിന്റെ മെയിൻ ഇപ്പോ ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിച്ചാൽ നമുക്ക് 5 മാർക്സ് ആണ് ചോദിക്കാൻ ചാൻസസ്. Schizoid personality disorders, schizotypal personality, paranoid personality disorder, avoidant personality, borderline. ഇതൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിപ്പോ സിലബസ് എന്ന് പറയുന്നത് ദിവസം 4th സെമ്മ ബേസ്ഡ് ആയ കാരണം ഏത് ക്ലസ്റ്ററിലാണ് ഇത് വരുന്നത് എന്നുള്ളതൊന്നും ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കൊടുക്കുക. പിന്നെ അതിന്റെ ഫസ്റ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണുള്ളത് കൊടുക്കുക. ജസ്റ്റ് ക്രൈറ്റീരിയ കാര്യങ്ങളും എഴുതുക കേട്ടോ. അത്രേ വേണ്ടതില്ല. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതേപോലെ തന്നെ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലായ രീതിക്ക് നിങ്ങൾ എഴുതുക. ഓക്കെ, അടുത്താണ് യൂണിറ്റ് 4 സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ് ആണ് വരുന്നത്. മെയിൻ ആയിട്ട് അതിന്റെ കാഷ്വൽ ഫാക്ടേഴ്സും
അതിന്റെ കാര്യങ്ങൾ എഴുതാം. മെയിനായിട്ട് കാഷ്വാലിറ്റീസ് എന്ന് പറയുന്ന അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിനിൽ പ്രശ്നം വരും, കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ എൻവിയോൺമെന്റൽ പ്രശ്നങ്ങൾ, അതൊക്കെ നിങ്ങൾ അതുപോലെ ഇന്റർപേഴ്സണൽ പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഇതിൽ എഴുതുന്നത്. ട്രീറ്റ്മെന്റ് ഇപ്പൊ വൈഡ് വെറൈറ്റി ആയിട്ട് റീഹാബിലിറ്റേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സിന്, അതിനെ പറ്റിയിട്ടൊക്കെ എഴുതുക. ഒരു 5 മാർക്സിനൊക്കെ വരാനാണ് ചാൻസസ്. പിന്നെ ആൽക്കഹോൾ ഡിപെൻഡൻസ് സിൻഡ്രോം എന്ന് പറയുന്നത് ഡെഫിനേഷൻ ആൻഡ് കോഴ്സസ് 10 മാർക്സിന് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളത് പഠിച്ചിട്ട് എഴുതാം. ഓക്കെ, എന്നിട്ട് സെക്ഷൽ ഡിസോർഡേഴ്സ് ആൻഡ് ജെൻഡർ ഡിസോർഡർ ആണ് വരുന്നത്. എന്നിട്ട് സെക്ഷൽ ഡിസോർഡേഴ്സ്, ഇപ്പൊ ഇനി 3 സെക്ഷൽ ഡിസോർഡേഴ്സ് എഴുതുന്നത് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്ഷൽ ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് അത് ക്ലാസിഫിക്കേഷൻ, അപ്പൊ അതിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓരോന്നായിട്ട് ഓരോരോ ക്ലാസിഫിക്കേഷൻ ഡിഫറെന്റ് ആയിട്ടുള്ള പാരഗ്രാഫിൽ വഴിയിട്ടൊക്കെ എഴുതുക കേട്ടോ. പിന്നെ മെയിൽസ് വരുന്ന സെക്ഷൽ ഡിസോർഡേഴ്സ് അത് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. പിന്നെ സെക്ഷൽ റെസ്പോൺസ് സൈക്കിൾ, ഇതിന്റെ ഒരു സൈക്കിൾ എങ്ങനെയാണ്, ഇതിന്റെ ഒരു രീതി, ഈ സൈക്കിൾ എങ്ങനെയാണ് ഇതിന്റെ രീതി പോണത് എന്നുള്ളത് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുക. അത് വേണമെങ്കിൽ ക്ലിനിക്കൽ പിക്ചർ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ വരയ്ക്കാം. അടുത്തത് ട്രീറ്റ്മെന്റിന്റെ ഭാഗം കേട്ടോ. നമ്മൾ നേരത്തെ നോക്കിയിട്ട് മെയിനായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് കുറെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ കൗൺസിലിംഗിലായാലും എല്ലാത്തിലായാലും ട്രീറ്റ്മെന്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ എഴുതാം. ഫസ്റ്റത് ഒരു ഇൻട്രൊഡക്ഷനിൽ മെയിനായിട്ട് മീനിങ്, നാച്ചുറൽ ഇമ്പോർട്ടൻസ്, അതൊക്കെയാണ് ചോദിക്കാൻ ചാൻസ്. അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ചോദിക്കുമെന്ന് അറിയില്ല, അത് നോക്കി വെക്കുക. അപ്പൊ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് പറയുമ്പോൾ കുറച്ചും കൂടിയും യോഗ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. യോഗയും കാര്യങ്ങളൊക്കെയാണ് യോഗ. അതുപോലെ തന്നെ വേറെ കുറെ തെറാപ്പീസും ആ ഒരു ഇന്ത്യൻ സിസ്റ്റത്തിലൂടെ വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. അപ്പൊ സൈക്കോതെറാപ്പിയിൽ മീനിങ് നാച്ചുറൽ ഇമ്പോർട്ടൻസ് എഴുതുമ്പോൾ സൈക്കോതെറാപ്പി എന്താണെന്നുള്ളത് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ നാച്ചുറൽ എന്താണെന്ന് കൊടുക്കുക. പിന്നെ ഇമ്പോർട്ടൻസ് എന്താ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ഹെഡിങ്ങിൽ എഴുതി കൊടുക്കുക കേട്ടോ. പിന്നെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്താ പറയുക, ഫസ്റ്റ് സൈക്കോ അനാലിസിസ് ആണ്. അതെന്താണത്, ഇപ്പൊ ഫ്ലൂയിഡിന്റെ സൈക്കോ അനാലിസിസ് ആണ്. അപ്പൊ അത് കൺസെപ്റ്റ് കുറെ ക്ലാസ്സിൽ പഠിച്ചാണ്, അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്ത കേട്ടോ. അപ്പോ അത് കൺസെപ്റ്റ് ചെയ്തിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. പിന്നെ സ്ട്രക്ചർ ടോപ്പോഗ്രഫി മോഡൽ സൈക്കോ അനാലിസിസ്. അപ്പൊ നമുക്കറിയാലോ അതിനുള്ളിൽ വരുന്ന സ്ട്രക്ചർ, ഇപ്പൊ ഇത് ഈഗോസിപ്രിക്കോർഡിനാണ് സ്ട്രക്ചർ ടോപ്പോഗ്രഫി മോഡൽ എന്ന് പറഞ്ഞാൽ അതെന്താന്നുള്ളത് വായിച്ചിട്ട്. അപ്പൊ ഈ സൈക്കോ അനാലിസിസ് പഠിച്ചാൽ ഈ 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റൽ സ്റ്റേജസ് നമുക്കറിയാം ഫ്ലൂയിഡിന്റെ തന്നെ. മെയിനായിട്ട് ഫ്ലൂയിഡിന്റെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ആ സൈക്കോ അനാലിസിസ് പഠിച്ചു കഴിഞ്ഞാൽ ആളുകൾ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ 5 സ്റ്റേജസ് ഉണ്ട്. ഇപ്പൊ ഓറൽ സ്റ്റേജ്, അഡൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലാറ്റസി സ്റ്റേജ്, ജെനറ്റിക്സ്, ആ ഒരു സ്റ്റേജസ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ അത് ഡിഫൻസ് മെക്കാനിസം അറിയാലോ. ഫ്ലൂയിഡ് കൊണ്ടുവന്ന ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. അപ്പൊ അത് എഴുതുക. ഒരു 5 മാർക്സ് നോക്കുകയാണെങ്കിൽ ഒരു 5 or 6 എഴുതുക. ഓക്കെ, അങ്ങനത്തെ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസംസ് എഴുതി വെക്കാം. അടുത്താണ് സൈക്കോതെറാപ്പി. മെയിനായിട്ട് ഷോർട്ട് ടേം സൈക്കോതെറാപ്പിയുടെ സ്റ്റേജസ്, ഇതിന്റെ പുതിയ സൈക്കോതെറാപ്പിയാണ്. നിങ്ങളത് നോക്കി വായിച്ച് പഠിക്കാലോ. അപ്പൊ അതിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണ് എഴുതുക. ലോങ് ടേമും ഷോർട്ട് ടേമിന്റെ വ്യത്യാസങ്ങൾ എഴുതുക. അപ്പൊ ഡിഫറൻസ് നോക്കിയപ്പോ ഇപ്പോഴും ടേബിൾ വരച്ചിട്ട് എഴുതണം കേട്ടോ. ഷോർട്ട് ടേം എഴുതി ലോങ് ടേം എഴുതി ടേബിൾ വരച്ചിട്ട് എഴുതണം. ഓക്കെ, അടുത്ത കാറ്റഗറീസ് ചെയ്താൽ സ്റ്റേജസിന്റെ എഴുതി കഴിഞ്ഞിട്ട് കാറ്റഗറീസ് നമുക്ക് കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടാവും, അതിന് കാറ്റഗറീസ് ഉണ്ടാവുക. അടുത്താണ് ബിഹേവിയർ തെറാപ്പി, CBT. നമ്മൾ കുറെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പൊ ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്സ് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ ടെക്നിക്ക് ഫോർ എക്സാമ്പിൾ ടോക്കൺ എക്കോണമിന്റെ, അതുപോലെ തന്നെ കുറച്ചൊരു മോഡലിങ്, ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ബിഹേവിയർ ടെക്നിക്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിക്കുക. പിന്നെ റാഷണൽ ഇമോട്ടീവ് തെറാപ്പി, ഇത് ഒരു പുതിയ തെറാപ്പിയാണ്. അപ്പൊ അത് എന്നതിനെ പറ്റി ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, കാര്യങ്ങളൊക്കെ എഴുതുക കേട്ടോ. പിന്നെ കോഗ്നിറ്റീവ് തെറാപ്പി, അതിന്റെ പ്രൊപ്പോസ് ചെയ്ത് അത് തെറാപ്പറ്റിക് പ്രോസസ് കാര്യങ്ങളൊക്കെ എഴുതാം. പ്രോസസ് ചെയ്തുമ്പോൾ ആ കറക്റ്റ് ആ ഒരു ഓർഡറിലും കാര്യങ്ങൾ തന്നെ എഴുതണം കേട്ടോ. പിന്നെ ഹ്യൂമനിസ്റ്റിക് ആൻഡ് അസിസ്റ്റൻഷ്യൽ തെറാപ്പിയാണ്. അപ്പോ അതിൽ മെയിൻ ആയിട്ട് കാർൾ യൂങ്ങിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മള് കൗൺസിലിംഗും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ തെറാപ്പി പേഴ്സണൽ സെന്റർ തെറാപ്പി, അതിന്റെ ഗോൾസും തെറാപ്യൂട്ടിക് പ്രോസസ്സും നിങ്ങൾ എഴുതാം. PPT ഉണ്ടെന്ന് വിചാരിക്കുന്നു, കാരണം ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത്. അപ്പൊ അത് എഴുതാം കേട്ടോ. തെറാപ്പി എന്ന് പറയുമ്പോൾ ആ ഒരു ഗോള് ഒരു മൊത്തത്തിൽ, ഒരു മനുഷ്യനെ മൊത്തത്തിൽ മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ മൊത്തത്തിൽ മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് ഇത് പറയുന്നത്.
പേഴ്സണൽ തെറാപ്പി നന്നായി പഠിക്കേണ്ട ചോദിക്കാൻ ചാൻസ് ആണ്. തെറാപ്പി വരുന്ന മെഡിറ്റേഷൻസ്, നമ്മൾ പ്ലേ തെറാപ്പി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ചില്ല, ആർട്ട് തെറാപ്പി, പ്ലേ തെറാപ്പി, ഇതൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത്. യൂണിറ്റ് 12 വരുന്നതാണ് ഗ്രൂപ്പ് ആൻഡ് ഫാമിലി തെറാപ്പി കേട്ടോ. അതിൽ ഫാമിലി തെറാപ്പി എന്താണ് എഴുതുക, കൺസെപ്റ്റ് ചെയ്ത ആപ്ലിക്കേഷൻസ് എഴുതാം. സംഭവം നമുക്ക് നമ്മുടെ എടുത്തേക്ക് എന്നുള്ളത് വായിച്ചു വെക്കുക, എഴുതുക. ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസും സ്റ്റേജസും കറക്റ്റ് ആയിട്ട്, ഈ ഗ്രൂപ്പ് തെറാപ്പിയിലെ പ്രിൻസിപ്പിൾസും സ്റ്റേജസും കറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതണം. ആ സ്റ്റേജസിലെ പ്രിൻസിപ്പിൾസ് തെറ്റി വരുത്തരുത്. സ്റ്റേജസ് കറക്റ്റ് ആയിട്ട് ആ സ്റ്റേജിൽ എങ്ങനെയാണ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഓർഡറിൽ തന്നെ എഴുതുക. ഈ കൺസെപ്റ്റ് ആൻഡ് ആപ്ലിക്കേഷനും ഒക്കെ ചോദിച്ചാൽ നമുക്ക് അറിയാവുന്നതാണ് ഗ്രൂപ്പ് തെറാപ്പി എന്ത്, ഫാമിലി തെറാപ്പി എന്താണെന്ന് നമുക്ക് എഴുതാവുന്നുള്ളൂ. ഇപ്പൊ പ്രിൻസിപ്പിൾസും സ്റ്റേജസ് ഒക്കെ നന്നായി കറക്റ്റ് പഠിച്ചു വെക്കുക. ഹെഡിങ്ങെങ്കിലും കറക്റ്റ് ആയിട്ട് മറക്കാണ്ട് പഠിച്ചു വെക്കുക. ഇതിലാണ് നമുക്ക് എടുത്ത് എഴുതാം. ഇതൊക്കെയാണ് ഉള്ളത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് അനലൈസ് ചെയ്യുന്നത് പറയുന്നത്. പേഴ്സണൽ തെറാപ്പിക്ക് എല്ലാവർക്കും അറിയില്ലേ? സമല്ലേ? ഓക്കെ കേട്ടോ. മിസ്സേ, പറയും. ഈ നോട്ട്സ് ഒക്കെ ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ആക്കുവോ? ഞാൻ നേരത്തെ കാണിച്ച നോട്ട്സ് ആണോ? അതെ. ഓക്കെ ആക്കാം. ഓക്കെ താങ്ക് യു. അതുണ്ടല്ലോ കേൾക്കുന്ന നിങ്ങൾ വേറെ നോട്ട്സ് വെച്ചിട്ടാണ് പഠിച്ചത് ചെയ്യാൻ ഒരിക്കലും ഇപ്പൊ നോക്കാൻ നിൽക്കരുത്. നിങ്ങൾ പഠിച്ച നോട്ട്സ് തന്നെ റിവൈസ് ചെയ്യുക. ജസ്റ്റ് മനസ്സിലാക്കാൻ, ജസ്റ്റ് വായിച്ച് നോക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇടുന്നത്. അത് കൺക്ലൂഷൻ പോലെ എഴുതുക. നിങ്ങൾ അതന്നെ എക്സാം തലേദിവസം പഠിക്കാൻ ശ്രമിക്കാം. നാളെ എക്സാം മറ്റന്നാള് 22-ന്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ഞാൻ നോട്ട്സ് ഷെയർ ചെയ്യാവേ ഇതൊന്ന്. ഓക്കെ, താങ്ക് യു.